ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് വാഴയിലയിൽ മീൻ പൊരിച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഷെറിയാണ്. നമുക്ക് പല മീനുകളും ഇതുപോലെ തന്നെ വാഴയിലയിൽ പൊരിച്ചെടുക്കാം. ആദ്യം നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് നമുക്ക് മസാല വരട്ടണം. മസാല നമ്മൾ എടുക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ജിഞ്ചർ ഗാർലിക്ക്, ചില്ലി, ഗ്രീൻ ചില്ലി, കറി ലീഫ്, ഇത് നമ്മൾ അരച്ച് എടുത്തൊരു പേസ്റ്റ്. ഇത്രയും മിക്സ് ചെയ്തിട്ട് നമുക്ക് മസാല ഉണ്ടാക്കണം. മല്ലിപ്പൊടി ഇടണ്ട. മല്ലിപ്പൊടി നമുക്ക് നമ്മൾ മസാല വേറെ ഉണ്ടാകുന്നത്, അതിൽ നമുക്ക് മല്ലിപ്പൊടി അപ്ലൈ ചെയ്യാം. ഒരു നാരങ്ങ നീരോടെ ചേർക്കാൻ ആരും മറക്കരുത്. മീനിൻ്റെ ഉള്ളിൽ നന്നായിട്ട് മസാല പുരട്ടണം. മസാല പുരട്ടി നമ്മൾ അരമണിക്കൂർ വെക്കണം. എന്നിട്ട് നമുക്ക് ഈ സമയത്ത് നമുക്ക് വേറൊരു മസാല അടിച്ച് വെക്കാം. ഉള്ളിയുടെയൊക്കെ ഒരു മസാല അടിക്കാം. നമ്മളതിനു വേണ്ടി 2 സവാള, ഒരു തക്കാളി, കുറച്ച് മല്ലിച്ചപ്പ്, ഒരു 3 പീസ് വെളുത്തുള്ളി, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കറി ലീഫ് വേണം, കറിവേപ്പില. അതേപോലെ തന്നെ നമ്മൾ പാൻ ചൂടാക്കി നേരെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ഇടാം. ഉള്ളി വഴറ്റാനിടുമ്പോൾ അതിലൂടെ തന്നെ കുറച്ച് ഉപ്പ് ഇടുക. എന്നിട്ട് അടച്ചു വെക്കുക. പെട്ടെന്ന് തന്നെ വഴറ്റി വരുന്നതായിരിക്കും. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം. അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും മതിയാവും. എടുത്തിട്ട് നന്നായി സോത്തെ ചെയ്തിട്ട് നമുക്ക് അരിഞ്ഞ തക്കാളി ഇതിലേക്ക് ഇടാം. തക്കാളി ജസ്റ്റ് ഒന്ന് സോത്തെ ചെയ്തിട്ട് ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഒപ്പം കുറച്ച് കരിവേപ്പില ഇടാൻ മറക്കരുത്. കരിവേപ്പിലയൊക്കെ ഏറ്റവും നല്ല ഫ്ലേവറുള്ള സാധനമാണ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ കുക്കിങ്ങിന്. പാനിൽ നമ്മൾ സീർ ചെയ്തെടുക്കുന്നത്. ഈ സീർ ചെയ്തെടുത്തിട്ട് നമ്മൾ വാഴയില എന്ന് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ്. ഇതിൻ്റെ രുചി നമ്മൾ പറയാൻ പറ്റത്തില്ല. നല്ല അസാധ്യമായ രുചിയാണ്. ഇത് നമുക്ക് ഏത് ടൈപ്പ് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. വലിയ മീനുകൾ, അതായത് ഷെറി വേണമെങ്കിലും ഉപയോഗിക്കാം, അയിലയുടെ വലിയ പീസുകൾ വേണമെങ്കിൽ ഉപയോഗിക്കാം, നമ്മുടെ കിളിമീൻ എന്ന് പറയുന്ന മീൻ ഉപയോഗിക്കാം. ഏത് വലിയ മീനായാലും ഉപയോഗിക്കാം നമുക്ക്. നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഴയിൽ പൊതിഞ്ഞ് മീൻ ഇതേ സെയിം പാനിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പാൻ ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല. അതേ ഓയിൽ തന്നെ വേണം. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിനി കുറച്ച് വാഴയില എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ആ തണ്ട് നമ്മൾ ഇളക്കിയെടുത്ത് നമുക്കത് വള്ളിയായിട്ട് ഉപയോഗിക്കാം. കെട്ടാനുള്ള വള്ളിയായിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ അധികം ബനാന ലീഫ് വാട്ടണ്ട. നമുക്കിത് പൊതിയണം. ഇതിൻ്റെ ഫ്ലേവർ ഈ ഫിഷിൽ വരണം. അപ്പോൾ നമ്മളധികം വാട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലേവർ കിട്ടത്തില്ല. നമ്മൾ ഈ വാട്ടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊതിയുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്കിതൊരു ചെറിയ 4 പീസായിട്ട് മാറ്റാം. നമ്മുടെ ഫിഷിൻ്റെ സൈസ് അനുസരിച്ച് ബനാന ലീഫ് കട്ട് ചെയ്തെടുക്കണം. എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് മസാല അപ്ലൈ ചെയ്യാം. അതിന് മുകളിൽ ഫിഷ് വെക്കാം. അതേപോലെ ഫിഷിന് മുകളിൽ വീണ്ടും മസാല അപ്ലൈ ചെയ്യണം. എന്നിട്ട് നമുക്ക് കവർ ചെയ്ത് നന്നായിട്ട് ടൈപ്പ് ചെയ്യണം. ഇതേ പാനിൽ തന്നെ ഫിഷ് സെയർ ചെയ്യാൻ വെക്കാം. വെച്ച് കഴിഞ്ഞാൽ ഒരു ലിഡ് ഉപയോഗിച്ച് കവർ ചെയ്യണം. അതിന് ഫ്ലേവർ ഒട്ടും പുറത്ത് പോകരുത്. ഫിഷിൻ്റെ 2 സൈഡും സെയർ ചെയ്തെടുക്കണം. നമ്മുടെ ഫിഷ് ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം.
ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് വേറെ തന്നെയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നേരിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.